ത്തിലെ ഫുട്ബോളിന്റെ മെക്ക എന്ന അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഫുട്ബോളിന്റെ മെക്ക എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണെങ്കിൽ കേരളത്തിൽ ഫുട്ബോളിന്റെ മെക്ക നമ്മുടെ സ്വന്തം മലപ്പുറമാണ്. കാൽപന്ത് കളിയെ ഒരു ലഹരിയായി സിരകളിൽ കൊണ്ടു നടക്കുന്ന മനുഷ്യരുടെ നാട്. അതാണ് മലപ്പുറം, സെവൻസ് ഫുട്ബോളിന്റെ സ്വന്തം പറുദീസ. അപ്പോൾ വേൾഡ് കപ്പ് പൂരത്തിന്റെ ആവേശത്തിലിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് മലപ്പുറം കേരളത്തിന്റെ ഫുട്ബോൾ മെക്കയായത് എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് വിശദമായി അറിഞ്ഞാലോ? ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലം മുതൽ നീണ്ടു നിൽക്കുന്ന ഒരു ചരിത്രമാണ് മലപ്പുറത്തെ ഫുട്ബോളിനുള്ളത്. മലപ്പുറത്തിന് കാൽപന്ത് കളിയുടെ ലഹരി ആദ്യമായി സമ്മാനിക്കുന്നത് ബ്രിട്ടീഷുകാർ തന്നെയായിരുന്നു. അക്കാലത്ത് മലബാർ മേഖലയിലെ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ മാർച്ച് പാസ്റ്റ് ഗ്രൗണ്ടായിരുന്ന കാവാത്ത് പറമ്പ് എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ കോട്ടപ്പടി മൈതാനത്ത് അക്കാലത്ത് ബ്രിട്ടീഷുകാർ ഒഴിവു സമയങ്ങളിൽ ഫുട്ബോൾ പരിശീലിക്കുന്നത് പതിവായിരുന്നു. ഈ കളി കണ്ടാണ് നാട്ടുകാർക്ക് ഈ കാൽപന്ത് കളിയിൽ ആവേശം ജനിക്കുന്നത്. ബ്രിട്ടീഷ് പട്ടാളക്കാരിൽ നിന്നും തന്നെയാണ് അവർ കാൽപന്ത് കളിയുടെ ആദ്യ പാഠങ്ങൾ പരിശീലിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഒരു മുജ്ജന്മ ബന്ധം പോലെ കാൽപന്ത് കളി മലപ്പുറത്തെ ജനതയുടെ നിത്യജീവിതത്തിന്റെ തന്നെ ഭാഗമായി മാറി. മലപ്പുറത്തെ ജനങ്ങളുടെ ഫുട്ബോളിനോടുള്ള അഭിനിവേശം പ്രശസ്തരായ നിരവധി കായിക താരങ്ങളെ കേരളത്തിന് സമ്മാനിക്കുന്നതിനും കാരണമായിട്ടുണ്ട്. കൊളോണിയൽ ഭരണകാലത്ത് തന്നെ മലപ്പുറത്ത് നിന്നുമുള്ള ഇരുമ്പൻ മൊയ്തീൻ റോയൽ ഇന്ത്യൻ എയർഫോഴ്സിൽ ചേർന്ന് ഇന്ത്യയെയും പാകിസ്ഥാനെയും പ്രതിനിധീകരിച്ച ടീം ക്യാപ്റ്റനായിരുന്നു. മറ്റൊരാൾ സന്തോഷ് ട്രോഫിയിലും റെയിൽവേ ഫുട്ബോൾ ടീമിലും കളിച്ച ഇന്റർനാഷണൽ മൊയ്തീൻ കുട്ടിയാണ്. ഇദ്ദേഹം മ്യാൻമാറിനും റഷ്യയ്ക്കുമെതിരെ ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. ഇവർ കൂടാതെ മലപ്പുറം അസീസ്, മുൻ സന്തോഷ് ട്രോഫി താരം MRC ചെക്കു, അലി അക്ബർ, ഗോൾ കീപ്പർ മഞ്ഞക്കണ്ഠൻ അബൂബക്കർ തുടങ്ങി യു ഷറഫലി, ആസിഫ് സഹീർ എന്നിങ്ങനെയുള്ള മറ്റ് നിരവധി പ്രശസ്ത താരങ്ങളും മലപ്പുറത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തുവാനായി കാൽപന്തുമായി സംസ്ഥാന ദേശീയ ടീമുകളിൽ എത്തിയിട്ടുണ്ട്. ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയങ്ങളും പുൽമൈതാനങ്ങളും എല്ലാം പ്രചാരത്തിലാവുന്നതിനും ഏറെ കാലങ്ങൾക്ക് മുൻപ് തന്നെ പാടത്തും പറമ്പിലും മണ്ണിലും ചെളിയിലുമെല്ലാം ഒരു പന്തിന് പുറകെ പാഞ്ഞിരുന്നവരായിരുന്നു മലപ്പുറത്തെ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ. ചെറുതും വലുതുമായ നിരവധി ഫുട്ബോൾ ക്ലബ്ബുകൾ മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നു. പ്രാദേശികമായി നടത്തുന്ന ഫുട്ബോൾ ടൂർണമെന്റുകളിലും 4 വർഷത്തിൽ ഒരിക്കൽ വരുന്ന ലോകകപ്പുമാണ് മലപ്പുറത്തെ യഥാർത്ഥ ഉത്സവങ്ങൾ. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും എല്ലാം അടങ്ങിയ വലിയ ആൾക്കൂട്ടങ്ങൾ തന്നെ ഓരോ ഫുട്ബോൾ മത്സരങ്ങൾക്കും കാണികളായി ഉണ്ടാവുന്നത് ഒരുപക്ഷെ മലപ്പുറത്തെ മാത്രം ഒരു കാഴ്ചയാണ്. സാമ്പത്തിക സാമൂഹിക വ്യത്യാസങ്ങളില്ലാതെ ഫുട്ബോൾ ലഹരി അവരുടെ മനസ്സിലും ജീവിതത്തിലും നിറഞ്ഞു നിൽക്കുന്നു. മലപ്പുറത്തിന്റെ ഫുട്ബോൾ ഭ്രമത്തെ രാജ്യാന്തര ശ്രദ്ധയിലെത്തിക്കുന്നത് സെവൻസ് ഫുട്ബോളാണ്. കേരളത്തിൽ പ്രചാരത്തിലുള്ള അസോസിയേഷൻ ഫുട്ബോളിന്റെ ഒരു വ്യത്യസ്ത രൂപമാണ് സെവൻസ്. ഈ മത്സരത്തിൽ ഇരു ടീമിലും 7 കളിക്കാർ വീതമായിരിക്കും ഉണ്ടായിരിക്കുക. 1 മണിക്കൂറായിരിക്കും മത്സരം നടക്കുക. ഒരു യഥാർത്ഥ ഫുട്ബോൾ സ്റ്റേഡിയത്തെക്കാൾ ചെറിയ സ്റ്റേഡിയത്തിലോ മൈതാനത്തിലോ ആയിരിക്കും സെവൻസ് ഫുട്ബോൾ മത്സരം നടക്കുന്നത്. സെവൻസ് ഫുട്ബോളിലെ റഫറിംഗ് സാധാരണ ഫുട്ബോളിലെ പോലെ അത്ര കർശനമല്ല. എന്നാൽ മത്സരങ്ങൾക്ക് കൂടുതൽ കാര്യക്ഷമതയും ശാരീരിക ശേഷിയും ആവശ്യമാണ്. സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റുകൾ മലപ്പുറത്തിന്റെ ഒരു ആഘോഷമാണ്. ഈ മത്സരങ്ങൾക്കായി കേരളത്തിൽ നിന്നുള്ള ഫുട്ബോൾ താരങ്ങൾ കൂടാതെ ഉത്തരേന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമെല്ലാം കളിക്കാരെ ഓരോ ടീമുകളും ഇറക്കുമതി ചെയ്യാറുമുണ്ട്. സാധാരണ രീതിയിൽ നവംബർ മുതൽ മെയ് വരെയുള്ള കാലയളവിലാണ് സെവൻസ് ടൂർണമെന്റുകൾ മലപ്പുറത്ത് നടക്കുന്നത്. അനുകൂല കാലാവസ്ഥയുള്ള സമയമായതിനാലാണ് ഈ കാലം മത്സരങ്ങൾക്കായി തെരഞ്ഞെടുക്കുന്നത്. IM വിജയൻ, അനസ് എടത്തൊടിക തുടങ്ങിയ ഇന്ത്യൻ അന്താരാഷ്ട്ര താരങ്ങൾ ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള നിരവധി ഫുട്ബോൾ താരങ്ങൾ സെവൻസ് ടൂർണമെന്റുകളിലെ തങ്ങളുടെ അനുഭവങ്ങൾ തങ്ങളുടെ ഫുട്ബോൾ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിനും സ്പോർട്സിനോടുള്ള അഭിനിവേശം വളർത്തിയെടുക്കുന്നതിനും സഹായിച്ചതായി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പല ടീമുകൾക്കുമായി നിരവധി വിദേശ ഫുട്ബോൾ താരങ്ങളാണ് ഈ കാലഘട്ടത്തിൽ മലപ്പുറത്തേക്ക് എത്തുന്നത്. പൊതുവെ എല്ലാ കാലത്തും പല വിധത്തിലുള്ള ഫുട്ബോൾ മത്സരങ്ങളുടെ ഒരു അന്തരീക്ഷമുള്ള മലപ്പുറത്ത് ലോകകപ്പ് കൂടിയെത്തുമ്പോൾ ആവേശം വാനോളം ഉയരുകയാണ്. ചെറിയ റോഡുകൾ മുതൽ വലിയ തെരുവുകൾ വരെ അർജന്റീനയുടെയും ബ്രസീലിന്റെയും ജർമ്മനിയുടെയും പോർച്ചുഗലിന്റെയും തുടങ്ങി പല ടീമുകളുടെ പതാകകളും തോരണങ്ങളും കൊണ്ട് നിറയുന്ന കാലം കൂടിയാണ് ലോകകപ്പ് കാലം. ഇഷ്ടതാരങ്ങളുടെ കൂറ്റൻ കട്ടൗട്ടുകളും ബാനറുകളും എല്ലാം കൊണ്ട് ഓരോ ടീമിന്റെയും ആരാധകർ തങ്ങൾക്കാവുന്ന രീതിയിൽ ആഘോഷങ്ങൾ പൊലിപ്പിക്കാറുമുണ്ട്. ലോകകപ്പ് കാലത്ത് മാത്രമല്ല, എല്ലാ കാലത്തും മലപ്പുറത്തെ വൈകുന്നേരങ്ങളിൽ ഓരോ ചെറിയ മൈതാനങ്ങളിൽ പോലും കുട്ടികൾ മുതൽ വലിയവർ വരെയുള്ള സംഘങ്ങൾ ഇഷ്ട ടീമുകളുടെയും അന്താരാഷ്ട്ര ക്ലബ്ബുകളുടെയും എല്ലാം ജേഴ്സികൾ ധരിച്ചുകൊണ്ട് കാൽപന്തുകൾക്ക് പുറകെ പായുന്നതിന്റെ ആരവങ്ങൾ ശരിക്കും കൗതുകകരമാണ്. കാണികളും ആരവങ്ങളും തന്നെയാണ് മലപ്പുറത്തെ ഫുട്ബോൾ അനുഭവം വേറിട്ടതാക്കുന്നത്. ജില്ലാതല മത്സരങ്ങൾക്ക് പോലും 1000-ലധികം വരുന്ന ആൾക്കൂട്ടങ്ങൾ കാണികളായി ഉണ്ടാവുന്നത് ഒരുപക്ഷെ മലപ്പുറത്ത് മാത്രം കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. സ്കൂൾ ഗ്രൗണ്ടുകളിൽ നടക്കുന്ന ചെറിയ മത്സരങ്ങൾക്ക് പോലും നിരവധി പേർ കാഴ്ചക്കാരായി ഇരിക്കുന്നത് ഇവിടെ കാണുവാൻ കഴിയും. കാണികളുടെ ഈ പിന്തുണയും ആവേശവും തന്നെയാണ് കളിക്കാർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനവും ആദരവുമെല്ലാം. എന്നാൽ അതിനപ്പുറമായി അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവാണ് മലപ്പുറത്തെ ഫുട്ബോൾ പ്രേമികൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം. വേണ്ടത്ര സ്റ്റേഡിയങ്ങളുടെ അപര്യാപ്തത ഇപ്പോഴും മലപ്പുറത്തുണ്ട്.
മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിൽ മാനേജ്മെന്റ് കീഴിലുള്ള കോട്ടപ്പടി ഫുട്ബോൾ സ്റ്റേഡിയം മലപ്പുറത്തെ ഒരു ചരിത്രപരമായ സ്റ്റേഡിയമാണ്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 1952 നടന്ന മൊയ്തു മെമ്മോറിയൽ ഓൾ കേരള ഫുട്ബോൾ ടൂർണമെന്റാണ് ഈ സ്റ്റേഡിയം ആതിഥേയത്വം വഹിച്ച ആദ്യത്തെ ഔദ്യോഗിക മത്സരം. പിന്നീടുള്ള കാലങ്ങളിലായി അഖിലേന്ത്യാ സിവിൽ സർവീസ് ടൂർണമെന്റ്, കേരള പ്രീമിയർ ലീഗ്, സംസ്ഥാന സീനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് എന്നിങ്ങനെയുള്ള വിവിധ മത്സരങ്ങൾ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ മുനിസിപ്പാലിറ്റി സിറ്റി ലെവൽ കോച്ചിങ്ങും കേരള ബ്ലാസ്റ്റേഴ്സ് FC കോച്ചിംഗ് സെന്ററും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മലപ്പുറം FCയുടെ ഹോം ഗ്രൗണ്ടും ഗോകുലം FCയുടെ പരിശീലന ടർഫുമായിരുന്നു ഈ സ്റ്റേഡിയം. 2019-2020 കേരള പ്രീമിയർ ലീഗിൽ ലൂക്ക സോക്കർ ക്ലബിന്റെ ഹോം ഗ്രൗണ്ടായിരുന്നതും മലപ്പുറം സ്റ്റേഡിയം തന്നെയാണ്. മലപ്പുറത്തെ മറ്റൊരു പ്രധാന കായിക കേന്ദ്രം മലപ്പുറം ജില്ലാ സ്പോർട്സ് കോംപ്ലക്സ് സ്റ്റേഡിയം എന്ന പയ്യനാട് സ്റ്റേഡിയമാണ്. 2021-2022 ആയിരക്കണക്കിന് ആളുകൾ തിങ്ങി നിറഞ്ഞ പയ്യനാട് സ്റ്റേഡിയം ആദ്യമായി സന്തോഷ് ട്രോഫിക്കും സാക്ഷ്യം വഹിച്ചു. ഫുട്ബോളിന്റെ ആവേശമറിയുവാൻ മലപ്പുറത്ത് കാലുകുത്തുന്ന ആരും മനസ്സും ഹൃദയവും നിറഞ്ഞല്ലാതെ തിരികെ മടങ്ങില്ല എന്നുള്ളതാണ് ഫുട്ബോൾ പ്രേമികൾക്ക് മലപ്പുറം നൽകുന്ന സമ്മാനം. ലോകകപ്പിന്റെ ആരവങ്ങൾ മലപ്പുറത്തെ ഇപ്പോഴും രാത്രികളിൽ പോലും സജീവമാക്കുകയാണ്. കാൽപന്ത് കളിയിലെ വായുവിനെ ജീവവായുവായി കരുതുന്ന കേരള ഫുട്ബോളിന്റെ മെക്കയായ മലപ്പുറം മുഴുവൻ കാത്തിരിക്കുകയാണ് ആരായിരിക്കും ഇത്തവണ ലോകകപ്പ് നേടുന്നത് എന്നറിയുവാനായി. അപ്പോൾ എല്ലാവർക്കും ഒരു ആവേശകരമായ ലോകകപ്പ് കാലം ആശംസിക്കുന്നു.